ഹലോ. അപ്പോൾ ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പോൾ നമ്മൾ ഇന്നലെ എന്താണ് പഠിച്ചത്? ഗ്രാംസ്റ്റെയിൻ വരെയല്ലേ പഠിച്ചത്. ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഓക്കെ, അൺസ്റ്റെയിൻഡ് പ്രിപ്പറേഷൻസ്, അതായത് വെറ്റ് പ്രിപ്പറേഷൻസ് നമ്മൾ നോക്കി. പിന്നെ സ്റ്റെയിൻഡ് എന്താണെന്ന് പഠിച്ചു, കോമൺ സ്റ്റെയിനിങ് ടെക്നിക്ക് എന്താണെന്ന് പഠിച്ചു, പിന്നെ എന്താണ് നെഗറ്റീവ് സ്റ്റെയിൻ എന്താണെന്ന് പഠിച്ചു, ഡിഫറൻഷ്യൽ സ്റ്റെയിൻസ് ആയിട്ടുള്ള ഏതാണ് നമ്മൾ പഠിച്ചത്? ഗ്രാംസ്റ്റെയിൻ വരെ പഠിച്ചു. നമ്മൾ എവിടം വരെ കംപ്ലീറ്റ് ചെയ്തു? നമ്മൾ ഗ്രാംസ്റ്റെയിൻ വരെ പഠിച്ചു അല്ലേ? നമ്മൾ ഗ്രാംസ്റ്റെയിൻ വരെ പഠിച്ചു. ഇനി ഗ്രാംസ്റ്റെയിൻ എന്താണ്, അതിൻ്റെ മെക്കാനിസം, പിന്നെ ഗ്രാം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബാക്ടീരിയ എന്താണ്, അതിൻ്റെ ഡിഫറൻസ്, പിന്നെ മെക്കാനിസം, പിന്നെ അതിൻ്റെ സെൽ വാൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആസിഡ് ഫാസ്റ്റെയിൻ. ഇത് 5 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആസിഡ് ഫാസ്റ്റെയിൻ സ്റ്റെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പേരാണ് സ്റ്റീൽ നെൽസൺ സ്റ്റെയിൻ എന്നാണ് പറയുന്നത്. സ്റ്റീൽ നെൽസൺ സ്റ്റെയിൻ അങ്ങനെ എഴുതി തരാം. അപ്പോൾ എൻ്റെ കേഴ്സീവ് ആണ് കേട്ടോ ഹാൻഡ് റൈറ്റിംഗ്, അതാണ് നിങ്ങൾക്ക് ചിലത് മനസ്സിലാവാത്തത്. അപ്പോൾ എന്തെന്നാണ് സീൽ. ഓക്കെ, ഓക്കെ, സീൽ നെൽസൺ സ്റ്റെയിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളുള്ളത് അതിൻ്റെ മെത്തേഡാണ് ഡയറക്റ്റ് പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ആ ഒരു സയൻറ്റിസ്റ്റ് കണ്ടു അങ്ങനെ പഠിച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ എന്താണ് സീൽ നെൽസൺ സ്റ്റെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ആൽബർട്ട് സ്റ്റെയിനും കൂടെ പഠിക്കും. അതൊരു ആൽബർട്ട് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആൽബർട്ട് സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. ദ കാർബോൾ ഫച്ച്സ്റ്റീൻ, അതൊരു എന്താണ് ഡൈ ആണ്. നമ്മൾ നേരത്തെ ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഫച്ച്സ്റ്റീൻ സ്റ്റെയിൻ സ്പോർഡ് ഓൺ എ സ്ലൈഡ് കണ്ടെയ്നിങ് ഫിക്സഡ് സ്മിയർ. Gentle heat is applied to underside of the slide by means of a spirit flame until the stain commences to stain. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മളൊരു ഫിക്സഡ് സ്മിയർ എടുത്തു അല്ലേ? നമുക്കറിയാം, ഒരു ഗ്ലാസ് എടുത്തു, അതിലേക്ക് ബാക്ടീരിയ എടുത്തു, അത് നമ്മൾ ഫിക്സ് ചെയ്യാൻ എന്താ, തീ വെച്ചാണ് സാധാരണ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജെൻറ്റിൽ ഹീറ്റ് ഇസ് അപ്ലൈഡ് ടു അണ്ടർസൈഡ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്താണ് കാർബോൾ ഫച്ച്സ്റ്റീൻ പോർ ചെയ്തു, ഒഴിച്ചു എന്നാണ് അർത്ഥം, പോർ ചെയ്തു. ഓക്കെ, ജെൻറ്റിൽ ഹീറ്റ് ഈസ് അപ്ലൈഡ് ടു അണ്ടർസൈഡ് ഓഫ് ദ സ്ലൈഡ് ബൈ മീൻസ് ഓഫ് എ സ്പിരിറ്റ് ഫ്ലെയിം അൺടിൽ ദ സ്റ്റെയിൻ കമൻസസ് ടു ദ സ്റ്റീം. ഓക്കെ, അപ്പോൾ അത് നല്ലപോലെ ഒന്ന് അബ്സോർബ് ആവുന്ന വരെ നമ്മൾ സ്പിരിറ്റ് ഫ്ലെയിം അതിൽ എന്താണ് സ്ലൈഡ് എന്താ പറയുന്നത്, ഹീറ്റ് കൊടുത്തു. ദ കാർബോൾ ഫച്ച്സ്റ്റീൻ ഈസ് ലെഫ്റ്റ് ഓൺ ദ സ്ലൈഡ് ഫോർ 5 to 10 minutes വിത്ത് ഇൻ്റർമിറ്റൻറ്റ് ഹീറ്റിംഗ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അപ്പം എന്താണ്, ഒരു 5 to 10 minutes എന്താണ് ആ ഒരു കാർബോൾ ഫച്ച്സ്റ്റീൻ ഇങ്ങനെ എന്താ പറയുക ചൂടാക്കിക്കൊണ്ടിരുന്നു. ഓക്കെ, കെയർ മസ്റ്റ് ബി ടേക്കൺ ടു എൻഷുർ ദാറ്റ് ദ സ്റ്റെയിൻ ഡസ് നോട്ട് ഡ്രൈ ഔട്ട്. ടു കൗണ്ടറാക്ട് ഡ്രൈയിങ്, മോർ സൊല്യൂഷൻ ഓഫ് സ്റ്റെയിൻ ഇസ് ആഡഡ് ടു ദ സ്ലൈഡ് ആൻഡ് സ്ലൈഡ് ഈസ് റീഹീറ്റഡ്. ഹീറ്റിംഗ് ഓഫ് ദ സ്റ്റെയിൻ ഇസ് റിക്വയർഡ് ഫോർ പെനട്രേഷൻ ഓഫ് ദ ഡൈ ഇൻ ടു സെൽ വാൾ. അപ്പോൾ ഒന്നുമില്ല, ഇത്രയും ഒരു സെൻറ്റൻസ് നിങ്ങൾ എഴുതണമെന്നില്ല, ഇങ്ങനെ എഴുതിയാൽ മതി. നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് സ്ലൈഡ് എടുത്തു, അതിലേക്ക് ബാക്ടീരിയനെ നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഹീറ്റ് കൊടുത്തു, എന്നിട്ട് കാർബോൾ ഫച്ച്സ്റ്റീനെ പോർ ചെയ്തു. ഒരു 5 to 10 minutes വരെ എന്താണ് അതിങ്ങനെ അബ്സോർബ് ചെയ്യാനായിട്ട് വെച്ചു. പിന്നെ എന്താണ് നമ്മളത് സൂക്ഷിക്കുക, അതായത് പിന്നെയും നമ്മൾ സ്റ്റെയിൻസ് ഒക്കെ നമുക്ക് ഒഴിക്കണം. അപ്പോൾ പിന്നെ നമുക്ക് ചിലപ്പോൾ റീഹീറ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ അനുസരിച്ചുള്ള പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇതിൽ ഇങ്ങനെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, ഹീറ്റിംഗ് ഓഫ് ദ സ്റ്റെയിൻ ഈസ് റിക്വയർഡ് ഫോർ പെനട്രേഷൻ ഓഫ് ഡൈ ഇൻ ടു ദ സെൽ വാൾ. അപ്പം ഈ സെൽ വാള് ഉള്ളിലേക്ക്, അതായത് സെൽ വാളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പെനട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് ഇങ്ങനെ കയറണം. സോ ഹീറ്റിംഗ് ഓഫ് ദ സ്റ്റെയിൻ ഈസ് റിക്വയർഡ്. അതുകൊണ്ടാണ് ഈ സ്റ്റെയിൻ ഇങ്ങനെ ഹീറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കാരണം സ്റ്റെയിൻ ഹീറ്റ് ചെയ്താൽ മാത്രമാണ് സെൽ വാളിൻ്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് കളർ കിട്ടുകയുള്ളൂ. ഓക്കെ, അതുവരെ മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്തത്, ദ സ്റ്റെയിൻഡ് സ്മിയർ ഇസ് ഡീകളറൈസ്ഡ് വിത്ത് 20% സൾഫ്യൂരിക് ആസിഡ് ആൻഡ് വാഷ്ഡ് വിത്ത് വാട്ടർ. അപ്പോൾ നമ്മളത് ഡീകളറൈസ് ചെയ്യാൻ വേണ്ടി, അതായത് ഒരു കളർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 20% സൾഫ്യൂരിക് ആസിഡ് എടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ് വെള്ളം വെച്ചത് കഴുകി കളഞ്ഞു. ദിസ് സ്റ്റെപ്പ് ഷുഡ് ബി റിപ്പീറ്റഡ് ടിൽ പിങ്ക് ഓർ റെഡ് കളർ സ്റ്റോപ്സ് കമ്മിങ് ഔട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇത് എവിടം വരെ ഇത് റിപ്പീറ്റ് ചെയ്യണം, ഈ പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറ് പുറത്തുനിന്ന് വരാത്തത് വരെ, അതായത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പിങ്കോ റെഡ് കളറ് എന്താണ്
സ്റ്റോപ്പ് ചെയ്യണം. ആ ഒരു കളർ ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു കളർ സ്റ്റോപ്പ് ചെയ്യുക. അതായത് ആ കളർ വരാതിരിക്കണ വരെ. എന്നാണോ ആ കളറ്, എപ്പോഴാണോ ആ കളറിൻ്റെ ആ ഒരു ഫ്ലോ നിൽക്കുന്നത്, അപ്പം നമ്മൾ അതുവരെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, എന്തായത് ഈ സ്റ്റെയിൻഡ് സ്മിയർ എന്താണ് 20% സൾഫ്യൂരിക് ആസിഡ് വെച്ച് നമ്മൾ കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് പിന്നെയും ആ റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറില്ലേ ഇങ്ങനെ വരുന്നത് നിർത്തുന്ന വരെ നമ്മളത് ചെയ്യണം. Okay, in case of lepra bacilli, 5% of sulfuric acid is used as M. lepra is less acid fast. Another alternative for decolorization is acid alcohol, 3 ml HCl and 97 ml ethanol. അപ്പോൾ ഈ ചില കേസസിൽ എക്സെപ്ഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കറിയാം ലെപ്ര ബാസിലിയിലൊക്കെ 5% സൾഫ്യൂരിക് ആസിഡ് മതി. കാരണം എന്താ, അത് ലെസ് ആസിഡ് ഫാസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ വേറെ നമുക്ക് ഈ ഒരു സൾഫ്യൂരിക് ആസിഡിന് പകരമായിട്ട് നമുക്ക് ആസിഡ് ആൽക്കഹോൾ യൂസ് ചെയ്യാം. അതായത് 3 ml HCl, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡും 97 ml എത്തനോൾ എന്ന് പറയുമ്പോൾ എന്താണ്, ആൽക്കഹോളിൻ്റെ ഒരു ഫോം അല്ലേ. എത്തനോളും യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെയിം മെത്തേഡ്, അതായത് ഈ 20% സൾഫ്യൂരിക് ആസിഡിന് പകരം നമുക്ക് ഈ ഒരു എന്താ പറയുക സ്മിയറിൽ നമുക്ക് ഡീകളറൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ദ സ്മിയർ ഈസ് കൗണ്ടർ സ്റ്റെയിൻ വിത്ത് 2% മെഥലൈൻ ബ്ലൂ ഫോർ 1 to 2 minutes. മെലച്ചൈറ്റ് ഗ്രീൻ ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ആസ് കൗണ്ടർ സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് 2% മീഥലൈൻ ബ്ലൂ 1 to 2 minutes നമുക്ക് ആ ഒരു സ്മിയറിലേക്ക് ആഡ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പൊക്കെ കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അതിന് പകരം വേറെ ഒരെണ്ണം കൊടുക്കാം. അതാണ് മെലച്ചൈറ്റ് ഗ്രീൻ. ഓക്കെ, ഇനി വാഷ് വിത്ത് വാട്ടർ ആൻഡ് എയർ ഡ്രൈ. അപ്പം നമ്മൾ അത് ഡ്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ പുറത്തോ എവിടെയെങ്കിലും വെക്കുക. നമ്മൾ വെള്ളം വെച്ച് കളഞ്ഞിട്ട് നോക്കാം. ഇനിയാണ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നമ്മൾ നോക്കാൻ പോകുന്നത്. ആസിഡ് ഫാസ്റ്റ് ബാസിലെ അപ്പിയർ റെഡ്, കളർ ഓഫ് കാർബോൾഫെക്സീൻ ആണ്. ഇൻ ബ്ലൂ, കളർ ഓഫ് മീഥൈൽ ബ്ലൂൺ, ബാക്ക്ഗ്രൗണ്ട് ഓഫ് പസ് സെൽസ് ആൻഡ് എപ്പിത്തീലിയൽ സെൽസ്. അപ്പോൾ ആസിഡ് ഫാസ്റ്റ് ബാസിലെ അപ്പിയർ റെഡ്, അതായത് അതേ ഈ കാർബോൾഫെക്സീൻ്റെ കളറാണ്. ഇൻ ബ്ലൂ അപ്പിയർ റെഡ്, ഇൻ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഓഫ് പസ് സെൽസ് ആൻഡ് എപ്പിത്തീലിയൽ സെൽസ്. ഓക്കെ, അതാണ് അതിൻ്റെ ആ ഒരു മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ പ്രിൻസിപ്പിൾ. ആസിഡ് ഫാസ്റ്റൻസ് ഇസ് ഡ്യൂ ടു ഹൈ കണ്ടന്റ് ഓഫ് ലിപ്പിഡ്, fatty acid and higher alcohol found in cell wall of Mycobacterium mycolic acid. Acid fast in the free state is found in all acid fast bacteria. Besides lipid, acid fastness depends also on the integrity of cell wall. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്? ഇതിൻ്റെ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ റീസൺ, നമ്മുടെ ആ ഒരു ബാക്ടീരിയയിൽ ഹൈ കണ്ടന്റ് ഓഫ് ലിപ്പിഡ്സ് എന്താണ്, ഫാറ്റ് ആണ്. ഫാറ്റിൻ്റെ വേറൊരു പേരാണ് ലിപ്പിഡ്സ്, നമ്മൾ ന്യൂട്രീഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാറ്റി ആസിഡ്സ്, പിന്നെ ഹൈ ആൽക്കഹോൾ ഫൗണ്ട് ഇൻ ഏതാണ്, സെൽ വാൾ ഓഫ് മൈക്കോബാക്ടീരിയം. പിന്നെ ആസിഡ് ഫാസ്റ്റ് ഇൻ ദ ഫ്രീ സ്റ്റേറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഓൾ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ. ബിസൈഡ് ലിപ്പിഡ്, ആസിഡ് ഫാസ്റ്റ്നെസ് ഇസ് ഡിപ്പെൻഡ്സ് ഓൺ ഓൾസോ ഇൻറ്റഗ്രിറ്റി ഓഫ് സെൽ വാൾ. സെൽ വാളിൻ്റെ ആ ഒരു തിക്നെസ്സും ഇതൊക്കെ അനുസരിച്ച് എന്താണ് ഈ ആസിഡ് ഫാസ്റ്റ് റിയാക്ഷൻ നല്ലപോലെ നടക്കും. ഓക്കെ, ഇത് നടക്കാനുള്ള മെയിൻ കാരണം ഇത്ര ഓർത്താൽ മതി, ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട. ലിപ്പിഡ്സും ആൽക്കഹോളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ ഫ്രീ സ്റ്റേറ്റിൽ മെയിനായിട്ടും എന്താ പറയുക, ലിപ്പിഡിൻ്റെ മാത്രമല്ല, ആ ഒരു സെൽ വാൾ എത്രമാത്രം ഇൻറ്റഗ്രേറ്റ് ആയിട്ട് അത്രയും തിക്കായിട്ട് ഇരിക്കുവാണെങ്കിലും ഈ ഒരു റിയാക്ഷൻ നല്ലപോലെ നടക്കും. ഓക്കെ, ഇനിയാണ് ആൽബർട്ട് സ്റ്റെയിൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിന്ന് നമുക്ക് MCQ ചോദിക്കാം, 2 മാർക്കും ചോദിക്കാം. ഓക്കെ, ആൽബർട്ട് സ്റ്റെയിൻ, സ്റ്റെയിനിങ് ഓഫ് കോർണി ബാക്ടീരിയ or corny bacteria diphtheria and other corny bacteria is done by this technique. അപ്പോൾ നമ്മൾ കോർണി ബാക്ടീരിയ, അതൊരു മൈക്രോ ഓർഗാനിസം ആണ്, അതൊരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. അതിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആൽബർട്ട് സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ മെത്തേഡ് നോക്കാം. ദ സ്മിയർ ഇസ് ഹീറ്റഡ് ജെന്റ്ലി ബൈ ഫ്ലെയിമിംഗ് ദ സ്ലൈഡ് ഫ്രം അണ്ടർനീത്ത്. ഇറ്റ് വിൽ ഫിക്സ് ദ സ്മിയർ, ഡു നോട്ട് ഓവർഹെഡ് അല്ലെങ്കിൽ ഓവർ ഹീറ്റ്. ഓക്കെ, അപ്പം നമ്മൾ സാധാ ചെയ്യുന്ന മെത്തേഡ്, നമ്മളൊരു ഗ്ലാസ് സ്ലൈഡ് എടുത്തു, അതിലേക്ക് എന്താണ് ആ ബാക്ടീരിയ, ഇപ്പോൾ കോർണി ബാക്ടീരിയ ആണ് ഞാൻ എടുത്തത്,
എന്നിട്ട് നമ്മളെന്താണ് അതിൻ്റെ താഴെ അണ്ടർനീത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ നമ്മൾ ഹീറ്റ് ചെയ്യുക. നമ്മൾ എന്തിനാ അത് ചെയ്യുന്നത്? അതങ്ങനെ ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടി ആ ഗ്ലാസ് സ്ലൈഡിൽ. ഇനി നമ്മളത് ഓവർ ഹീറ്റ് ചെയ്യാതിരിക്കും, ഓവറായിട്ട് ഹീറ്റ് ചെയ്യരുത്, കാരണം അതിൽ നിന്ന് നശിപ്പിച്ച് കുറേ നശിച്ച് ഓവറായിട്ട് കൊയാഗുലേറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, കവർ ദ സ്മിയർ വിത്ത് ആൽബർട്ട് 1, അതിന് നമ്മൾ ആൽബർട്ട് സ്റ്റെയിൻ എന്ന് പറയാം, ഫോർ 5 മിനിറ്റ്. അപ്പം നമ്മൾ ആ ഒരു സ്മിയറിനെ 5 മിനിറ്റത്തേക്ക് കവർ ചെയ്യണം ആൽബർട്ട് 1 അല്ലെങ്കിൽ ആൽബർട്ട് സ്റ്റെയിൻ വെച്ച്. ഓക്കെ, അതുവരെ ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഡ്രെയിൻ ഓഫ് ദ ഹോൾ സ്റ്റെയിൻ വിത്തൗട്ട് വാഷിങ്. നമ്മൾ വാഷ് ചെയ്യാതെ നമ്മൾ മൊത്തം സ്റ്റെയിൻ അങ്ങ് കളയുക. നമ്മൾ വാഷ് ചെയ്യേണ്ട, മൊത്തം ആ ഒരു സ്മിയറിലുള്ളത് മൊത്തം ഇങ്ങനെ കളയുക. ഇപ്പം നമ്മൾ ഇതൊരു ഗ്ലാസ് സ്ലൈഡാണ്, ഇതിലേക്ക് ഞാൻ ബാക്ടീരിയനെ ഫിക്സ് ചെയ്തു ഓവർ ഹീറ്റ് ചെയ്യാതെ 5 മിനിറ്റത്തേക്ക് എന്താണ് ഞാനൊരു ആൽബർട്ട് സ്റ്റെയിൻ വെച്ചത് കവർ ചെയ്തു, എന്നിട്ട് സാധാ ചുമ്മി അങ്ങ് ഞാൻ ഒഴിച്ച് കളഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി പോർ ആൽബർട്ട് 2. ഓക്കെ, അതായത് ആൽബർട്ട് 1ഉം ആൽബർട്ട് 2 എന്ന് പറയുന്ന സ്റ്റെയിൻസ് ഉണ്ട്. നമ്മളിതിനെപ്പറ്റി കൂടുതലായിട്ട് അങ്ങനെ ഡീപ്പായിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ നഴ്സിംഗ് ആണ് പഠിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങനെ പോകുന്നില്ല. നമ്മൾ എന്തായാലും ഇതൊന്നും അങ്ങനെ നമുക്ക് നല്ലപോലെ ചെയ്ത് നോക്കാനായിട്ട് പറ്റാൻ ചാൻസ് ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഓക്കെ, പോർ ആൽബർട്ട് 2, ഓക്കെ, ഓവർ ദ സ്മിയർ സോ ആസ് ടു കവർ ഇറ്റ് കംപ്ലീറ്റ്ലി, ലീവ് ഇറ്റ് ഫോർ 2 മിനിറ്റ്സ്. അപ്പം ആൽബർട്ട് 1 സ്റ്റെയിൻ നമ്മൾ ഫസ്റ്റ് അവിടെ ഇനീഷ്യലി യൂസ് ചെയ്തു. ഇനി നമ്മൾ അത് ആൽബർട്ട് 2 സ്റ്റെയിൻ നമ്മൾ 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ഡ്രെയിൻ ചെയ്തിട്ട് ആൽബർട്ട് 2 സ്റ്റെയിന് അതിലേക്ക് ഒഴിച്ചു. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്നും ചെയ്യാതെ അവിടെ അങ്ങ് വെക്കുക. ഓക്കെ, ഇനി ഡ്രെയിൻ ഓഫ് ദ ആൽബർട്ട് 2 സൊല്യൂഷൻ വിത്തൗട്ട് വാഷിങ്. നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ എന്താണ് വെള്ളം വെച്ചൊന്ന് വാഷ് ചെയ്ത് ചുമ്മ അങ്ങ് ഒഴിച്ചു കളയാം. ബ്ലോ ഡ്രൈ ദ സ്റ്റീം. ഓക്കെ, ബ്ലോ ഡ്രൈ ദ സ്മിയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിൽറ്റർ പേപ്പർ. അപ്പോൾ ഫിൽറ്റർ പേപ്പർ വെച്ച് നമ്മൾ അതിനെ ഡ്രൈ ചെയ്യാനായിട്ട് വെക്കുക ഒരു സ്മിയർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിയേജൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആൽബർട്ട് സ്റ്റെയിനിൻ്റെ. അപ്പോൾ ആൽബർട്ട് 1 ഓർ ആൽബർട്ട് സ്റ്റെയിൻ്റെ ഒരു റിയേജൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടൊലഡീൻ ബ്ലൂ നമ്മൾ 0.15 ഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. മെലച്ചൈറ്റ് ഗ്രീൻ 0.20 ഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലേസിയൽ അസിറ്റിക് ആസിഡ് 1 ml യൂസ് ചെയ്യുന്നുണ്ട്. ആൽക്കഹോൾ 95% എത്തനോൾ 2 ml യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്റ്റിൽ വാട്ടർ ടു മേക്ക് അത് 100 ml നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു ആൽബർട്ട് 1 അല്ലെങ്കിൽ ആൽബർട്ട് സ്റ്റെയിൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത്. ഇനി ആൽബർട്ട് 2 സ്റ്റെയിൻ ഓർ ആൽബർട്ട്സ് അയോഡിൻ സൊല്യൂഷൻ. അയോഡിനാണ് അതിൽ മെയിനായിട്ടും ഉള്ളത്, കുറച്ച് കൂടുതൽ അല്ല, പൊട്ടാസ്യം അയോഡൈഡ് അതിലും അയോഡിൻ ആണല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളതിൽ അയോഡിൻ 2 ഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. പൊട്ടാസ്യം അയോഡൈഡ് 3 ഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്റ്റിൽ വാട്ടർ ടു മേക്ക് 300 ml. അപ്പോൾ അത്രയും നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ സെൽ വാൾ ഓഫ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, 2 മാർക്കിന് ചോദിച്ചാലോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ തിക്നെസ് എന്താണ്? ഗ്രാം പോസിറ്റീവ് തിക്കറാണ്, ഗ്രാം നെഗറ്റീവ് തിന്നറാണ്. പിന്നെ പെരി പ്ലാസ്മിക് സ്പേസ് ഔട്ട്സൈഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ ആണ്, അത് ആബ്സെൻ്റ് ആണ്. പിന്നെ പെരി പ്ലാസ്മിക് സ്പേസ് എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ്റെ ഔട്ട്സൈഡ് ഉള്ളതാണ്, അത് ഗ്രാം പോസിറ്റീവിൽ ആബ്സെൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. ഇവർ 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് എഴുതാൻ വേണ്ടിയാണ് ഞാൻ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലെങ്കിൽ ഞാനത് ഒന്നുകൂടെ എടുത്ത് നിങ്ങൾക്ക് നോട്ട്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ വീഡിയോ വാച്ച് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, നല്ലോണം പഠിക്കുക. ഓക്കെ, അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫാർമക്കോളജിയുടെ ക്ലാസ് എടുക്കണം, പിന്നെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂഷ്വലി നമുക്ക് മൈക്രോബയോളജി കംപ്ലീറ്റ് ആയിട്ട് മാക്സിമം ഞാൻ തീർക്കാനായിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സബ്ജക്റ്റ് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ പാതി ഞാൻ ഇട്ടു, എന്നിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അതും ഒരു നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മീൻസ് മൈക്രോബയോളജിയുടെ പോർഷൻസ് മാക്സിമം നോക്കിയിട്ട് നമുക്ക് അടുത്ത സബ്ജക്ട്സിലേക്ക് നോക്കാം. ഓക്കെ.